ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം ശ്ലോകം 11. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വകിംഗരാവേദന ശങ്കിതോയമാസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈ സദേവ വാദാലയനാഥ പാഹി മാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വിഷ്ണു പാർഷദന്മാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെല്ലാ കാര്യങ്ങളും യമഭടന്മാർക്ക് മനസ്സിലായി. വേഗം അവരവിടെ നിന്നും യമലോകത്തേക്ക് മടങ്ങിപ്പോയി. വിഷ്ണു പാർഷദന്മാർ അവിടെ നിന്നും മറയുകയും ചെയ്തു. അതിനുശേഷം അജാമിളൻ കുറച്ചു കാലം ഭഗവാനെ ഭജിച്ചുകൊണ്ട്, ഹരിദ്വാറിൽ ആണെന്നാണ് പറയപ്പെടുന്നത്, ഭഗവാനെ ഭജിച്ചുകൊണ്ട് പിന്നീട് ഭഗവത് ഭടന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. നമ്മുടെ ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത്. ഇനി യമലോകത്തിൽ ചെന്നിട്ട് യമകിങ്കരന്മാര് ഇവിടെ നടന്ന കഥകളെല്ലാം പറഞ്ഞു, യമനോട് പറഞ്ഞു. യമൻ സ്വകിങ്കരാവേദന ശങ്കീത, തൻ്റെ കിങ്കരന്മാര് ആവേദനം അവര് പറഞ്ഞത് കേട്ട് ശങ്കിച്ച് പേടിച്ച്, തൻ്റെ കിങ്കരന്മാര് വന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ട് പേടിച്ച്. ത്വത് അംഘ്രിഭക്തേഷു, ത്വത് ഭഗവത് ഭക്തന്മാരുടെ, ഭഗവത് പാദം അംഘ്രിപാദം, ഭഗവത് പാദങ്ങളെ ഭക്തിയോടെ സ്മരിക്കുന്ന ആ ഭഗവത് ഭക്തന്മാരുടെ അടുത്തു പോകാൻ പാടില്ല എന്ന്, ന ഗമ്യതാം ഇതി, അടുത്തു പോകാൻ പാടില്ല എന്ന് യമദൂതന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ കിങ്കരന്മാരൊക്കെ വന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ യമദേവന് ഭയമായി. ഭഗവത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് സ്വകീയ ഭൃത്യാൻ, തൻ്റെ കിങ്കരന്മാർക്ക് ഉച്ചകൈ അശിശിക്ഷ, കർശനമായ താക്കീത് കൊടുത്തു. ഒരു കാരണവശാലും ഭഗവത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് കർശനമായിട്ട് അവരോട് പറഞ്ഞു. ഹേ വാതാലയനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, ദേവ ഭഗവാനേ, സ ത്വം, ഇപ്രകാരമുള്ള അവിടുന്ന് മാം പാഹി, അടിയനെ രക്ഷിക്കണേ. ഭഗവാനെ ഗുരുവായൂരപ്പ, അടിയനെ കാത്തു രക്ഷിക്കണമേ, അടിയന്റെ രോഗങ്ങളെല്ലാം മാറ്റി അടിയനെ രക്ഷിക്കണേ എന്ന് ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനോട് അജാമിളന്റെ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. സദാ ഭഗവത് സ്മരണ ഉണ്ടാകണേ, ഭഗവത് ഭക്തി ഉണ്ടാകണേ, ഉറച്ച ഭക്തി ഉണ്ടാകണേ എന്ന് ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് നമുക്കും പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.